നമുക്കേ മാജൂസിന്റെ ടേസ്റ്റില് പച്ചമാങ്ങ കൊണ്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കാം. സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അത് എടുത്ത് വെക്കും തോറും അതിന് ആ ഒരു കൊഴുപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാനായിട്ടും. അപ്പൊ ഒന്ന് കണ്ടാലോ വീഡിയോ? ഹായ് ഹലോ, എല്ലാവർക്കും നമ്മൾ സ്വാവയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനൊരു മാങ്ങ പൊട്ടിച്ചിട്ട് വന്നതാണ്. അപ്പൊ ചുണയൊക്കെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചെറുതായിട്ടൊരു ചെനപ്പൊക്കെ വന്നിട്ടുണ്ട്. എന്നാലും ഇതിന് നല്ല പുളിയാണ് കേട്ടോ. മൂത്തത് തന്നെ വേണമെന്നൊന്നുമില്ല. ഈ മാങ്ങയ്ക്ക് നല്ല പുളിയാണ്. നന്നായി മൂത്താൽ തന്നെയാണ് ഇതിന് നല്ല മധുരം വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് പച്ചമാങ്ങ വേണമെങ്കിലും എടുക്കാം, ചെനച്ച മാങ്ങ വേണമെങ്കിലും എടുക്കാം. ഞങ്ങൾ രണ്ടും ട്രൈ ചെയ്തപ്പോൾ രണ്ടും നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ ദേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരേ ഒരു പൂള് മാത്രം മതി ഈ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട്. നമുക്ക് ഇനി പീലർ വെച്ചിട്ട് അതിന്റെ തോലൊക്കെ ഒന്ന് ചെത്തി മാറ്റാട്ടോ. ഞാൻ ദേ ഒരേ ഒരു പൂളാണ് എടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് ആ പൂള് ചെറുതായി കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് കഴുകി കൊണ്ടുവന്നിട്ട് ജ്യൂസ് അടിക്കാം. കാരണം ചുണയുണ്ട് അതിന്റെ മുകളിൽ. അപ്പോൾ ആ ചുണയുടെ ടേസ്റ്റ് ഒക്കെ ജ്യൂസിലായി കഴിഞ്ഞാൽ ടേസ്റ്റ് പോവും. അപ്പൊ അതുകൊണ്ട് പൂളി കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഞാൻ കഴുകുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി കനം കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയപ്പോൾ നന്നായി ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടെ ഈ റെസിപ്പി പറഞ്ഞുതരാന്ന് വിചാരിച്ചത്. നമ്മളത് ബോട്ടിലാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ. അപ്പൊ എന്ന് വെച്ചാല് നമുക്ക് എപ്പോ കഴിക്കുമ്പോഴും ആ ജ്യൂസ് കുടിക്കുന്ന ആ ഫീലാണ്. നമ്മൾ എടുത്തു വെക്കും തോറും അതിനൊരു നല്ലൊരു കട്ടി, അതായത് കൊഴുപ്പ് വരുന്നു ആ ജ്യൂസിന്. നല്ല ടേസ്റ്റ് ആണ്. നമ്മൾ സ്പോട്ടിൽ കുടിക്കുമ്പോൾ ഒരു പുളിയൊക്കെ അങ്ങനെ തോന്നുമെങ്കിലും നമ്മൾ എടുത്തു വെച്ച് കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെച്ച് എടുത്തു വെച്ച് കുടിക്കും തോറും അതിന് ടേസ്റ്റ് കൂടി കൂടി വരികയാണ്. അതാണ് ഈ ജ്യൂസിന്റെ ഒരു പ്രത്യേകത. അപ്പൊ നമുക്ക് ഇനി അത് കഴുകിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അതിന് മുമ്പ് ഒന്ന് രണ്ട് ഇൻഗ്രീഡിയന്റും കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഞാൻ പുതിനയില കുറച്ച് എടുക്കുന്നുണ്ട്, ഒരുപാട് ഇടരുത്. അപ്പൊ നമ്മുടെ ജ്യൂസിന്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പൊ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു കഷ്ണം ഇഞ്ചിയാണ് വേണ്ടത്. അതൊന്ന് രണ്ടോ മൂന്ന് പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നല്ല ടേസ്റ്റ് ആണ്. ഒരു തവണ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ പച്ചമാങ്ങ ഉപ്പും മുളകും ഇട്ട് കഴിക്കില്ല, ഇങ്ങനെ കുടിക്കേ ഉള്ളൂ. അതായത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ്. ഇനി നമുക്ക് വേണ്ടത് ചെറുനാരങ്ങയാണ്. അതിന്റെ ഒരു പകുതി മതി കേട്ടോ. അപ്പൊ അതിലെ കുരുവൊക്കെ കളഞ്ഞിട്ട് നമുക്ക് നീര് ഒഴിച്ചു കൊടുക്കും. കുട്ടികൾക്കൊക്കെ ഈ പഴുത്ത മാങ്ങ ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ചും ജ്യൂസ്. അത് നല്ല കട്ടിയാണ്. അപ്പൊ അതിനി ജ്യൂസ് കുടിക്കണമെങ്കിൽ ഈ മാങ്ങ പഴുക്കാതെ പറ്റില്ല. അത് മാത്രമല്ല, കടയിൽ കണ്ടു കഴിഞ്ഞാൽ അവര് വേഗം വാങ്ങിച്ചു കുടിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഇനി പഴുത്ത മാങ്ങ കിട്ടണ വരെ വെയിറ്റ് ചെയ്യണ്ട. അല്ലെങ്കിൽ പഴുത്ത മാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ പാലൊഴിച്ച് അങ്ങനെ കുറെ കാര്യങ്ങൾ, പാൽപ്പൊടിയോ പാലോ ഒക്കെ ഒഴിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. പക്ഷെ ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് പച്ചമാങ്ങ കൊണ്ട് തന്നെ ആ ജ്യൂസിന്റെ, അതായത് പഴുത്ത മാങ്ങയുടെ ടേസ്റ്റിൽ നമുക്ക് ജ്യൂസ് കുടിക്കാം. അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഞാൻ ആവശ്യത്തിന് ഒരു 3 സ്പൂണ് പഞ്ചസാരയാണ് ഈ ഒരു പൂള് മാങ്ങയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് ഇനി മധുരത്തിനനുസരിച്ച് ജ്യൂസ് അടിച്ചതിന് ശേഷം എത്ര വെള്ളം വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം. വളരെ സിമ്പിൾ ആണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ജ്യൂസ് തയ്യാറാക്കാം കേട്ടോ. അപ്പൊ ഇനി ഒട്ടും തന്നെ സമയം കളയേണ്ട, നമുക്ക് നന്നായി അടിച്ചു കൊണ്ടുവരാം. ഇനി നമുക്ക് നന്നായി അരിച്ച് മാറ്റാം അതിലേക്ക്. അപ്പൊ നിങ്ങൾക്ക്, ഞാനിവിടെ 3 സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് 3 എന്നുള്ളത് 5 6 സ്പൂണ് പഞ്ചസാര ഇട്ടതിന് ശേഷം ഇതുപോലെ അരിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇങ്ങനെ എത്ര വെള്ളം വേണമെങ്കിലും ഒഴിച്ചു കൊടുത്താലും പക്ഷെ ഈ ജ്യൂസിന് കട്ടി കുറയുന്നില്ല. നിങ്ങൾ ആ സ്പോട്ടിൽ ടൈമിൽ കട്ടി കുറവുണ്ടെന്ന് തോന്നും, പക്ഷെ എടുത്തു വെക്കും തോറും ആ ജ്യൂസിന് കൊഴുപ്പ് വന്നുകൊണ്ടേയിരിക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഒരു തവണ നിങ്ങൾ അതിന് ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ആ മാങ്ങയുടെ ജ്യൂസ് ഇപ്പൊ ഇച്ചിരി കൊഴുപ്പുണ്ട്. ഇനി നമ്മൾ അതിൽ കുറച്ചും കൂടെ വെള്ളം ചേർത്താലും ആ സ്പോട്ടിൽ കാണുമ്പോൾ മാത്രമേ വെള്ളം പോലെ ഇരിക്കുള്ളൂ. കുറച്ചിങ്ങനെ എടുത്ത് വെക്കും തോറും അതിനെ കൊഴുപ്പ് കൂടി കൂടി വരും. അപ്പൊ നിങ്ങൾ ഒരു ബോട്ടിലൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. പിറ്റേ ദിവസമോ എടുത്ത് കുടിക്കുമ്പോഴും നല്ല കട്ടിയായിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിവിടെ ജ്യൂസ് അടിക്കാനായിട്ട് തണുത്ത വെള്ളമാണ് എടുത്തത്. അതുകൊണ്ട് ഐസ് ക്യൂബ് ഇടുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തണുപ്പിനനുസരിച്ച് ഐസ് ക്യൂബ് യൂസ് ചെയ്യാം. ഏകദേശം ഞാനിവിടെ ഒരു പൂളിന് 600 മില്ലി ജ്യൂസാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ജ്യൂസ് പഴുത്ത മാങ്ങയില്ലാതെ, മിൽക്കില്ലാതെ, കണ്ടൻസ്ഡ് മിൽക്കില്ലാതെ നമുക്ക് പച്ച മാങ്ങയിൽ ജ്യൂസ് ഉണ്ടാക്കാം. അപ്പൊ എന്റെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എടുത്തു വെക്കും തോറും ടേസ്റ്റ് കൂടുന്ന ഈ ജ്യൂസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം.